ഇതൊരു ഒളിമ്പിക് മത്സര ഇനമൊന്നുമല്ല. എങ്കിലും ആയിരക്കണക്കിന് ആളുകളാണ് ജപ്പാനിലെ കുഴിയെടുക്കൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 14 വർഷമായി ഈ മത്സരം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 270 ടീമുകളാണ് ഇക്കുറി മത്സരത്തിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 271 ടീമുകളാണ് ഇപ്രാവശ്യം കുഴികുഴിക്കൽ മത്സരത്തിൽ പങ്കെടുത്തത്. ഓരോ ഗ്രൂപ്പിലും 6 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓരോ ഗ്രൂപ്പും മത്സരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ ഗ്രൂപ്പുകളും ഷവൽ വെച്ചാണ് മണ്ണ് കുഴിക്കുന്നത്. വിജയികളാകുന്നവർക്ക് ഗോൾഡൻ ഷവലാണ് സമ്മാനം. ഗോൾഡൻ ഷവൽ എന്ന ഒരേ ഒരു ലക്ഷ്യത്തിലാണ് എല്ലാവരും. മത്സരത്തിനപ്പുറം ഇതൊരു ടീം സ്പിരിറ്റ് കൂടിയാണ്. ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒരേ മനസ്സോടെയുള്ള മുന്നേറ്റം. മുപ്പത് മിനിറ്റ് സമയമാണ് ഉള്ളത്. അതിനുള്ളിൽ പരമാവധി കുഴിയെടുക്കണം. ചിലർ മണ്ണിൽ തന്നെ മനോഹരമായ രൂപങ്ങൾ കൊത്തിയെടുക്കുന്നുമുണ്ട്. അനുകൂലമല്ലാത്ത കാലാവസ്ഥയാണ് ഒരു തരത്തിൽ ഇവർക്ക് പ്രതിസന്ധിയാകുന്നത്. ചുറ്റും കൂടി നിൽക്കുന്നവരുടെ ആർപ്പുവിളിയുടെ അകമ്പടി കൂടിയാകുമ്പോൾ കുഴിയെടുക്കുന്നവർക്ക് ആവേശം ഇരട്ടിയാകും. മുതിർന്നവരെ സംബന്ധിച്ച് മണ്ണിൽ കളിച്ച ബാല്യകാല സ്മരണകൾ ഓർത്തെടുക്കാനുള്ള അവസരം കൂടിയാണിത്. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഈ മത്സരത്തിനുണ്ട്. വലിയ കുഴി കുഴിക്കുന്നവർക്ക് മാത്രമല്ല, ഏറ്റവും ക്രിയാത്മകമായി കുഴിയെടുക്കുന്നവർക്കും സമ്മാനമുണ്ട്. കഴിഞ്ഞ 14 വർഷമായി ജപ്പാനിൽ ഈ മത്സരം നടത്തിവരികയാണ്. കഴിഞ്ഞ വർഷത്തെ വിജയികളായ ഉസാമിസ് ടീം തന്നെയാണ് ഈ വർഷത്തെ വിജയി. 1 ലക്ഷം യെന്നും ഗോൾഡൻ ഷവലുമാണ് ഇവർക്കുള്ള സമ്മാനം. അതായത് ഏതാണ്ട് $978.